എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പക്ഷേ ഭഗവാന്റെ വീഡിയോ ഇടാതെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും. ചില യാത്രകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്താ വീഡിയോ കാണാത്തതെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഭഗവാന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് എനിക്കറിഞ്ഞതിൽ വളരെ 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 സന്തോഷം. അപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളത് പറ്റുകയാണെങ്കിൽ ഒന്ന് പൗസ് ചെയ്ത് നോക്കി കാണുക. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമായിരിക്കാം, എന്നിരുന്നാലും കാണാത്ത ആളുകളിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. പിന്നെ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് രൂപത്തിലുള്ള ഭഗവാനെയാണ് വിളിക്കേണ്ടതെന്ന്. പലരും ബാലഗോപാലനെയാണല്ലേ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ബാലഗോപാലനെ തന്നെ വിളിക്കുക, പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ബാലഗോപാലൻ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ്. പൊന്നുണ്ണിയിലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലും പാതാളാഞ്ജനശിലയിൽ ചതുർബാഹു ആയിട്ടാണെങ്കിലും നമുക്കെല്ലാവർക്കും ഉണ്ണിയാണല്ലേ. അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂരിൽ നീ ഉണ്ണിയല്ലേ, നവ ഭാവങ്ങൾ അണിയുമ്പോഴും നവനീതം കവരുന്ന കണ്ണനല്ലേ എന്നുള്ള വരികൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ വെണ്ണക്കണ്ണനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി നമ്മൾ വെണ്ണക്കണ്ണനെയാണ് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. വെണ്ണക്കണ്ണനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കണ്ടക്ഷേമ എന്നുള്ളൊരു സംഭവം ആൾക്കില്ല. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, മൂപ്പർക്ക് മറ്റ് കാര്യങ്ങളൊന്നും ആലോചിക്കുക, എത്രയും പെട്ടെന്ന് വെണ്ണ അങ്ങോട്ട് കഴിച്ച് അകത്താക്കണം എന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും പിള്ളേരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം തിന്നു തീർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് ചെയ്തു തരും. അതേപോലെ തന്നെയാണ് ഉണ്ണിക്കണ്ണന് തൃക്കൈ വെണ്ണ നേദിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു കയ്യിൽ മാത്രം വെണ്ണ കൊടുത്താൽ പോരാ, 2 കയ്യിലും, അപ്പോൾ 2 കയ്യിലും വെണ്ണ നിവേദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വെണ്ണക്കണ്ണനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു ലോജിക്കും നോക്കാതെ കണ്ണൻ എന്ത് ചെയ്യും, തഥാസ്തു എന്ന് അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ആഗ്രഹവും നടത്തിത്തരും, വെണ്ണയും വായിലാക്കും. ഇങ്ങനെയാണ് വെണ്ണക്കണ്ണനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അറിയാത്ത ആളുകളുണ്ടാവും, ഉണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ട്, കുറേ പേർക്കെങ്കിലും അറിയുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിരന്തര പ്രാർത്ഥനയിൽ ഉണ്ടാവട്ടെ, ഭഗവാൻ നിരന്തര പ്രാർത്ഥനയിൽ ഉണ്ടാവട്ടെ. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും വെണ്ണക്കണ്ണനെ അല്ല, ഇനി ചതുർബാഹുവിനെ ആരെ പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കാതിരിക്കില്ല. പക്ഷേ ചെറിയൊരു പെട്ടെന്ന് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുക. പിന്നെ എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. നിങ്ങളുടെ വിശ്വാസം, നിഷ്കാമമായ ഭക്തി മൂലം ഇരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട്. അതായത് നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ദ്രോഹമുള്ളതായിരിക്കരുത്. ഒരിക്കലും കണ്ണൻ അതിന് നിൽക്കില്ല. മറ്റുള്ളവരെ വിഷമിപ്പിച്ച് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഭഗവാൻ സമ്മതിക്കുന്ന ഒരാളല്ല. അപ്പോൾ ആ കാര്യം കൂടെ ഓർക്കുക. നമുക്ക് നല്ലത് വരുത്തണേ, കുടുംബത്തിന് നല്ലത് ഉണ്ടാവണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം. അല്ലാതെ മറ്റൊരാൾ അങ്ങനെ ആ ഒരു വേർഡ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഇന്ന പോലെ വരണേ, അങ്ങനെ ഓപ്പോസിറ്റായിട്ട് നല്ലതല്ലാത്ത രീതിയിൽ വരണേ എന്നും പ്രാർത്ഥിച്ചുകൂടാ. അതൊരിക്കലും ഭഗവാൻ സാധിച്ചു തരില്ല എന്ന് മാത്രമല്ല, അതിനുള്ള പണി നിങ്ങൾക്ക് തരുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊള്ളാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. അപ്പോൾ ഈ കാണുന്നത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തിരക്കുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൽപ്പാത്തിക്ക് പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. അവിടുത്തെ ഓരോ ഷോപ്പുകളാണ്. അപ്പോൾ ഷോപ്പുകളൊക്കെ കുറച്ച് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് നവംബർ 10-നാണ്, എൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ദിവസം. അപ്പോൾ അന്ന് ഇത്ര കുറച്ച് ചുരുങ്ങിയ കടകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാ ഭാഗത്തും കടകളായിട്ടുണ്ടാവും. നിങ്ങൾ പാലക്കാടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും രഥോത്സവ ആശംസകൾ.